ബി.ജെ.പിയുടെ സംസ്ഥാന കൗൺസിലിന് മുന്നോടിയായി നടന്ന സംസ്ഥാന സമിതിയിലെ ചർച്ചകൾ വിശദീകരിക്കുകയായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കേരളത്തിൽ എൻ.ഡി.എ മുന്നണിയുടെ വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായെന്ന് വ്യക്തമാക്കിയ ബി.ജെ.പി നേതാവ് കേരള കോൺഗ്രസ് എമ്മിന് പരോക്ഷ സ്വാഗതവും നൽകി. ഇടതു വലതു മുന്നണികളെ എതിർക്കുന്നവർക്ക് ബി.ജെ.പി വാതിൽ തുറന്നിടുന്നുവെന്നും എം.ടി. രമേശ് പറഞ്ഞു. എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ബദലായിട്ടുള്ള ഒരു ബദലാണ് ബി.ജെ.പി ആഗ്രഹിക്കുന്നത്. ആ ബദലിന്റെ സാധ്യത കേരളത്തിലുണ്ട്. അതിൽ ഞങ്ങളോട് സഹകരിക്കുന്നവർക്ക് മുമ്പിൽ ഞങ്ങളുടെ കവാടം തുറന്നിട്ടുണ്ട്. എൻ രാധാകൃഷ്ണന്റെയും സി.കെ. പത്മനാഭന്റെയും വിവാദ പരാമർശങ്ങൾ അടഞ്ഞ അധ്യായമാണ്. സംവിധായകൻ കമൽ രാജ്യം വിടണമെന്ന് എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. സി.കെ. പത്മനാഭന്റെ ചെഗുവേര പരാമർശം സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് വിശദീകരണം നൽകിയെന്നും എം.ടി. രമേശ് വ്യക്തമാക്കി. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു. ആ വിഷയത്തിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചു. ആ ന്യായാന്യായങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായി ഞങ്ങൾ തീരുമാനിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ബി.ജെ.പി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. 2 ദിവസങ്ങളിലായി ബി.ജെ.പി നേതൃയോഗങ്ങളിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കും. മീഡിയ 1 കോട്ടയം.